ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? നമ്മളൊന്ന് നാട്ടിൽ പോവുകയാണ്. പെട്ടെന്നൊരു തീരുമാനമായിരുന്നു നാട്ടിൽ പോവുക എന്നുള്ളത്. നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചക്ക് 2:50 ഫ്ലൈറ്റ്. ആദ്യം ശരിക്കും 1:30 പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഇൻഡിഗോ ആണ് നമ്മൾ ഫ്ലൈറ്റ്. പിന്നെ സൗണ്ടൊന്നും നോക്കണ്ട, ഇപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ദമാം എയർപോർട്ടിലാണ്. ഇത് വേൾഡിലെ നമ്പർ 1 ലാർജസ്റ്റ് എയർപോർട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. ദമാം എയർപോർട്ടാണ്. പിന്നെ ദമാം എയർപോർട്ടിൻ്റെ മാത്രം റൂളാണ്, നമ്മൾ ഈ ഏത് പെട്ടിയാണെങ്കിലും അത് റാപ്പ് ചെയ്യണം. ലഗേജ് റാപ്പ് ചെയ്യാതെ അവരവിടെ കയറ്റത്തില്ല. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്ത് കൊണ്ടുവന്നാലും അത് റാപ്പ് ചെയ്യണം. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഡ്യൂട്ടി ഫ്രീയിൽ കയറി ഒന്ന് കറങ്ങി നോക്കി. അപ്പോൾ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു നമുക്ക്, ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് കുറേ നേരം അവിടെ കാത്തിരുന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകാനുള്ള ഫ്ലൈറ്റ്, ഇൻഡിഗോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റാണത്. ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പോകാൻ ലേറ്റായത്. അങ്ങനെ ഈ ഫ്ലൈറ്റൊക്കെ കാണുമ്പോൾ എന്നും ഒരു അത്ഭുതം തന്നെയാണ്. നമ്മൾ ഇതിപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ പോകാൻ ടൈമായപ്പം ഗേറ്റ് ഓപ്പണായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. അതിങ്ങനെ നമ്മൾ കയറാൻ വേണ്ടി നിന്നപ്പം എത്തിഹാദിൻ്റെ ഫ്ലൈറ്റും നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ കുറച്ചേരം ക്യൂ ഒക്കെ ആയി നമ്മളിപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല, കയറുന്നതൊന്നും. അങ്ങനെ ഇപ്പോൾ ഫ്ലൈറ്റ് എല്ലാവരും അവരുടെ സീറ്റും കാര്യങ്ങളൊക്കെ തിരഞ്ഞ് പിടിച്ച് എല്ലാ സീറ്റൊക്കെ ഫില്ലായിരുന്നു കേട്ടോ. നമ്മളെ ലഗേജ് ഇങ്ങനെ അതിനുള്ളിലേക്ക് കയറ്റുന്നൊരു സീൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. നമ്മളെ വലിയ ഹാൻഡ് ബാഗ്സൊക്കെ അവരുടെ അങ്ങനെ ലഗേജിലേക്ക് എടുക്കും. അപ്പം അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എടുത്താണ്. അങ്ങനെ ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങി, പതുക്കെ ഇങ്ങനെ നീങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ ഒരു 4.5 മണിക്കൂർ ഭയങ്കര ചടപ്പായിരിക്കും, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങാണ്. പിന്നെ എനിക്ക് നേരം പോകാൻ എൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരാളുണ്ടായിരുന്നു. ഇതാണ് ആൾ നല്ല കമ്പനി ആയിരുന്നു. സീറ്റിൽ എണീറ്റ് വന്നാണ്ട് ഓരോന്നൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പേരെന്താ ഓരോ സംസാരിക്കുകയാണ്. ഞാനൊന്ന് കണ്ണ് പൂട്ടുമ്പോഴത്തേനും അവൾ വന്ന് തോണ്ടും ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കാലിക്കറ്റുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ഫ്ലൈറ്റ് നോക്കിയപ്പോൾ കണ്ട നല്ലൊരു വ്യൂ ആണ്. ഈ ഒരു വ്യൂ ആണ് ഫ്ലൈറ്റ് യാത്രയിൽ നമുക്ക് ആകെ കിട്ടുന്നൊരാശ്വാസം കേട്ടോ. അങ്ങനെ ഒരുപാട് സിനിമ കണ്ടിട്ടും ഗെയിം കളിച്ചിട്ടൊക്കെ നേരം കുറച്ച് പോയി. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി. നമ്മൾ നാട്ടിലെത്താറായിട്ടുണ്ട്, ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. അതാണ് അതിൻ്റെ വ്യൂ ആണ് കാണുന്നത്. ഈ നൈറ്റ് വ്യൂ നല്ല അടിപൊളി വ്യൂ ആട്ടോ. നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ഈ വ്യൂവിൽ കിട്ടണം. അങ്ങനെ നമ്മൾ നമ്മളെ സ്വന്തം കാലിക്കറ്റ് എയർപോർട്ടിലെത്തി ലഗേജ് എടുക്കാൻ വേണ്ടി. ഇവിടെ ഉണ്ടാവുന്ന ആകെ ഒരു പ്രശ്നമാണ് ഈ ലഗേജിൻ്റെ പ്രശ്നം. ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റാണ്. എത്ര ടൈം എടുത്തിട്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. 1.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ലഗേജ് കിട്ടി. അപ്പോൾ ശരി, നമുക്ക് നാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം. അതുവരേക്കും ബൈ.